സംസ്ഥാന സർക്കാരിനെതിരെ വീണ്ടും ആരോപണവുമായി രമേശ് ചെന്നിത്തല. മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ BOT കാലാവധി കഴിഞ്ഞിട്ടും സർക്കാർ ഏറ്റെടുക്കുന്നില്ല. കാർബറണ്ടം ഗ്രൂപ്പുമായുള്ള കരാർ ചട്ടവിരുദ്ധമായി നീട്ടാനുള്ള ശ്രമം നടക്കുന്നു. കരാർ നീട്ടി നൽകാനുള്ള നീക്കം അഴിമതിയാണ്. മണിയാർ ജലവൈദ്യുത പദ്ധതി സർക്കാർ ഏറ്റെടുക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. മണിയാറിൽ 12 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കേരള ഗവൺമെന്റുമായി BOT അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കേരള ഗവൺമെന്റുമായി കരാർ ഒപ്പിടുകയുണ്ടായി. കഴിഞ്ഞ 30 വർഷമായി ഒരു യൂണിറ്റിന് 50 പൈസ നിരക്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ് കാർബറണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പ്. BOT അടിസ്ഥാനത്തിൽ ഇതിന്റെ കാലാവധി ഡിസംബർ 30 തീരുകയാണ്. ആ ഡിസംബർ 30 തീരുമ്പോൾ ഈ പദ്ധതി ഗവൺമെന്റിലേക്ക് വരേണ്ടതാണ്. എന്നാൽ വൈദ്യുതി മന്ത്രിയും വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്ന് ഇവർക്ക് അടുത്ത 25 വർഷം കൂടി നീട്ടി നൽകാനുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നുവെന്നാണ് എനിക്ക് പറയാനുള്ളത്. രമേശ് ചെന്നിത്തലയുടെ ആരോപണമാണ്. അദ്ദേഹം ഡൽഹിയിലാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത്. ഉമേഷ്, ഈ മണിയാർ ചെറുകിട ജലവൈദ്യുത പദ്ധതി KSEBിക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് വൈദ്യുതി വകുപ്പ് അയച്ച കത്തിന്റെ പകർപ്പാണല്ലോ ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. ഈ വൈദ്യുതി വകുപ്പിന്റെ ആവശ്യത്തെ വ്യവസായ വകുപ്പാണോ എതിർത്തത് ഉമേഷ്? ഏറ്റവും പ്രധാന വിവരം ഇപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകളാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. അത് 2022 അതായത് 24 ഡിസംബറിൽ ഈ കരാറിന്റെ കാലാവധി BOT കരാറിന്റെ കാലാവധി അവസാനിപ്പിക്കാൻ പോവുകയാണ്. കാർബോറണ്ടം എന്ന കമ്പനിയുമായി ഏർപ്പെട്ട കരാറാണ് അവസാനിക്കാൻ ഇരിക്കുന്ന സാഹചര്യത്തിൽ 2022 ഒരു കത്ത് അന്ന് KSEB ചെയർമാൻ കൂടിയായിരുന്ന KSEB ചെയർമാൻ നേരെ സർക്കാരിന് അയക്കുന്നു. ആ കത്തിൽ പ്രധാനമായി പറയുന്നത് ഈ പദ്ധതി 25 വർഷം 24 അതായത് 30 വർഷത്തെ കരാറാണ്. 30 വർഷത്തെ കരാർ പൂർത്തിയാകുമ്പോൾ സർക്കാർ ഇത് ഏറ്റെടുക്കണം. സർക്കാർ ഏറ്റെടുക്കുന്നതോടുകൂടി ഒരു വർഷം KSEBിക്ക് 140 കോടി രൂപയുടെ ആനുകൂല്യം ലഭിക്കും എന്നുള്ളതാണ്. ഒരു മാസം 18 കോടി രൂപയുടെ വരെ ആനുകൂല്യങ്ങൾ, അതായത് വൈദ്യുതി ഉൽപ്പാദനം നടത്താൻ കഴിയുമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി വിലയിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി ഏറ്റെടുക്കണം. 1994 ഡിസംബറിലാണ് ഈ പദ്ധതി കമ്മീഷൻ ചെയ്യുന്നത്. 1990ലാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട BOT കരാറിൽ ഏർപ്പെടുകയും 94-ൽ പദ്ധതി കമ്മീഷൻ ചെയ്യുകയും ചെയ്തു. 30 വർഷമാണ് കമ്മീഷൻ ചെയ്ത ശേഷം 30 വർഷമായിരുന്നു കരാറിന്റെ കാലാവധി. ആ കരാർ കാലാവധി ഡിസംബറിൽ അവസാനിക്കുന്നു. ഡിസംബറിൽ അവസാനിക്കുന്ന സാഹചര്യത്തിൽ ജനുവരി മുതൽ 2025 ജനുവരി മുതൽ ഈ പദ്ധതിയുടെ നടത്തിപ്പ് പൂർണ്ണമായി KSEBിയിലേക്ക് മാറുകയും ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന 12 മെഗാവാട്ട് വൈദ്യുതിയുടെ പൂർണ്ണ ചുമതല അല്ലെങ്കിൽ പൂർണ്ണ വിനിയോഗം അത് KSEBിക്ക് ലഭിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ആ തീരുമാനത്തെ വ്യവസായ വകുപ്പ് എതിർത്തു. വ്യവസായ വകുപ്പ് നിർദ്ദേശം ഇത്തരത്തിൽ 25 വർഷം കൂടി കമ്പനിക്ക് കരാർ നീട്ടി നൽകാനുള്ള നിർദ്ദേശമാണ്. ആ നിർദ്ദേശം തത്വത്തിൽ അംഗീകരിച്ച നിലയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രിയുമായി ഇക്കാര്യം ചർച്ച നടത്തി. മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും വൈദ്യുതി മന്ത്രിയും ഈ വിഷയത്തിൽ ചർച്ച നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ 25 വർഷം നീട്ടി നൽകുക എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഇപ്പോഴും അതിന്റെ ഉത്തരവൊന്നും ഇറങ്ങിയിട്ടില്ല. പക്ഷേ സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ഇത്തരത്തിൽ വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ ഒരു പ്രതികരണം വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ കാർബറണ്ടം കമ്പനിക്ക് കരാർ നീട്ടിക്കൊടുക്കുന്നതിൽ തീരുമാനമായിട്ടില്ല, ഒരു യോഗം ഇതുമായി ബന്ധപ്പെട്ട് ചേരാനുണ്ട്, അതിനുശേഷം നടപടി എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നുണ്ട്. അപ്പോൾ ഉമേഷ്, ഈ എന്ത് കാരണങ്ങളെ മുൻനിർത്തിയാണ് ഇത് KSEB ഏറ്റെടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? വൈദ്യുതി വകുപ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്? ഈ KSEB നഷ്ടത്തിന്റെ കണക്കുകളൊക്കെ നികത്തുന്നുണ്ടല്ലോ. വൈദ്യുതി ചാർജ് വർധന, സർചാർജ് വർധന, അടിക്കടി കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഏറ്റെടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു ഉമേഷ്? കാര്യത്തിൽ വ്യവസായ വകുപ്പ് അനുകൂല നിലപാട്, കാർബോറണ്ടത്തിന് അനുകൂലമായ നിലപാടാണ് വ്യവസായ വകുപ്പ് സ്വീകരിച്ചത്. വ്യവസായ വകുപ്പിൻ്റെ തീരുമാനപ്രകാരമാണ് അത്തരമൊരു നിലപാടിലേക്ക് സർക്കാർ എത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ട ചർച്ച മാത്രമാണ് പൂർത്തിയായിരിക്കുന്നത്. ഇനി ഒരു ഘട്ട ചർച്ച കൂടിയുണ്ട്. പക്ഷേ മനസ്സിലാക്കാൻ കഴിയുന്നത് സർക്കാർ അത്തരമൊരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് 25 വർഷം കൂടി കാർബോറണ്ടത്തിന് ഈ കരാറിൻ്റെ കാലാവധി, BOT കരാറിൻ്റെ കാലാവധി നീട്ടി നൽകാനുള്ള ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കാർബോറണ്ടത്തിന് ഈ 30 വർഷം കൊണ്ട് ഇവർക്ക് ഈ പദ്ധതിക്ക്
പദ്ധതിക്ക് വേണ്ടി മുടക്കിയ ചിലവ് തിരികെ പിടിക്കാനായിട്ടില്ല എന്ന് കാണിച്ച് വ്യവസായ വകുപ്പിനെ സമീപിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരമൊരു നിർദ്ദേശത്തിലേക്ക് വ്യവസായ വകുപ്പ് എത്തുന്നത്. വ്യവസായ വകുപ്പിൻ്റെ നല്ല സമ്മർദ്ദം ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം. KSEB അധികൃതരും അക്കാര്യത്തിൽ അനൗദ്യോഗികമായി സമ്മതിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വ്യവസായ വകുപ്പ് 2022 അന്ന് ചെയർമാനായി അശോക് IAS ഈ ഒരു വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. 2 വർഷം കൊണ്ട് കരാർ പൂർത്തിയാക്കാൻ പോവുകയാണ്. ആ സാഹചര്യത്തിൽ ഈ കരാർ അവസാനിപ്പിച്ചുകൊണ്ട് KSEBക്ക് ഈ ഡാം തിരികെ ഏറ്റെടുത്ത് നൽകണമെന്നുള്ള നിർദ്ദേശം അത് ആദ്യമുണ്ടായി. 1990 നയനാർ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ കരാറിൽ തന്നെ ഇക്കാര്യം പറയുന്നുണ്ട്. അത്തരത്തിൽ 30 വർഷമാണ് ഈ പദ്ധതിയുടെ കമ്മീഷൻ ചെയ്തു കഴിഞ്ഞാൽ 30 വർഷമാണ് ഈ പദ്ധതിയുടെ കാലാവധി എന്ന് കൃത്യമായി പറയുന്നുണ്ട്. സ്വാഭാവികമായി ആദ്യമുണ്ടാക്കിയ കരാർ പ്രകാരം സർക്കാരിന് ഇത് സർക്കാരിന് കിട്ടേണ്ടതാണ്. വലിയ ആനുകൂല്യം സർക്കാരിന് ഉണ്ടാകേണ്ടതുമാണ്. പ്രത്യേകിച്ച് KSEB കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഒരു വർഷം 300 കോടിയോളം രൂപയുടെ അധിക ബാധ്യതയിലാണ് KSEB ഇപ്പോൾ ഓടുന്നത്. അതുകൂടാതെ കഴിഞ്ഞ ജൂലൈ മാസത്തിലെല്ലാം അധിക വൈദ്യുതി വാങ്ങി 37 കോടി രൂപയുടെ അധിക ബാധ്യതയും KSEBക്കുണ്ട്. ഒരുപക്ഷെ ഈ പദ്ധതി ഏറ്റെടുത്ത് സർക്കാർ നൽകുകയായിരുന്നുവെങ്കിൽ ഒരു വർഷം 140 കോടി രൂപയുടെ അധിക വരുമാനം ലഭിക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ KSEBക്കുണ്ട്. KSEB ആ കണക്കുകൂട്ടലും നമ്മളിപ്പോൾ പുറത്തുവിട്ട ഈ കത്തിൽ കാണിക്കുന്നുണ്ട്. അത്തരത്തിൽ 140 കോടി രൂപ KSEBക്ക് ലാഭം ഉണ്ടാകേണ്ട സാഹചര്യത്തിൽ അല്ലെങ്കിൽ KSEBക്ക് ലാഭമല്ല KSEBക്ക് അധിക വരുമാനം ഉണ്ടാകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇല്ലാതാകാൻ പോകുന്നത്. സർക്കാർ തത്വത്തിൽ ഇതിനൊരു